ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാന സ്റ്റോക്സ്. ഇതൊരു കൊച്ചു വീഡിയോ ആണ്. റിയാക്ഷൻ ഒന്നുമല്ല, ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. പെട്ടെന്ന് ചാനൽ മോണിറ്റൈസ് ആക്കണം, എന്നാലേ ചിക്ലിയൊക്കെ വന്ന് തുടങ്ങും. പൈസയൊക്കെ ഇനി ഒരുപാട് ആവശ്യങ്ങൾ വരുന്ന ടൈമാണ് എനിക്ക് വരാൻ പോകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഒപ്റ്റിമൈസ് ആക്കണം. അതുകൊണ്ട് സ്ഥിരം വീഡിയോ ചെയ്താലേ ഒക്കത്തുള്ളൂ. എല്ലാ ദിവസവും ഇതേപോലെ ലോങ് ലെങ്ത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റില്ല, പക്ഷെ എന്നാലും പറ്റുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റും. റിയാക്ഷൻ വീഡിയോ ഒന്നുമല്ല, ഒരു ആപ്പ് പരിചയപ്പെടുത്താനായിട്ട് വന്നതാണ്. കുറച്ച് പേർക്ക് നേരത്തെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലായിരിക്കും. അതായത് നമ്മൾ മെർച്ചന്റ് പേയ്മെന്റ് QR സ്കാൻ ചെയ്ത് മെർച്ചന്റ് പേയ്മെന്റ് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊക്കെ പെട്രോളൊക്കെ അടിക്കുന്ന സമയത്ത് നമുക്ക് 2-3 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടണോ? 1 രൂപ, 1.5 രൂപ, 80 പൈസ, അങ്ങനെ പല കണക്കിന് നമ്മുടെ പേയ്മെന്റിന്റെ എമൗണ്ട് അനുസരിച്ച് നമുക്കൊരു ക്യാഷ് ബാക്ക് കിട്ടണോ? മറ്റേ ഗൂഗിൾ പേയിലെ പോലെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു സ്ക്രാച്ച് കാർഡ് വെച്ചിട്ടുള്ള തുടക്കത്തിൽ ഒരു 3 to 20, 1 to 5 ആ പരിപാടിയല്ല. എല്ലാ പേയ്മെന്റിലും കൃത്യമായിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് നമുക്ക് തരുന്ന ഒരു ആപ്പിനെ പരിചയപ്പെടുത്താനാണ് വന്നത്. സോ അപ്പോ ആപ്പിന്റെ പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ മണി എന്നാണ് ആപ്പിന്റെ പേര്. UPI ആപ്പാണ്. അപ്പൊ ഒരു ഡൗട്ട് വരും, അയ്യോ ഇത് വല്ല ഫേക്കോ കാര്യങ്ങളോ ആയിരിക്കുമോ, ഇതെങ്ങനെയാണ് സംഭവം എന്നൊക്കെ ഒരു ഡൗട്ട് വരും. ഫേക്കൊന്നും അല്ല, നമ്മുടെ ഫ്ലിപ്കാർട്ടിന്റെ തന്നെ UPI ആപ്പാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ. ഞാനൊരു 1.5 വർഷമായിട്ട് കണ്ടിന്യൂസ്ലി 1.5 വർഷമായിട്ട് ഞാൻ അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പക്ഷെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഞാനത് അവരുടെ അടുത്ത് ചോദിച്ച സമയത്ത് അവന്മാർക്ക് ഇതിനെ കുറിച്ച് വലിയ പിടുത്തുണ്ട്. അപ്പൊ എനിക്ക് തോന്നി ഒരുപാട് പേരൊന്നും ഈ ആപ്പിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല. നല്ലൊരു ആപ്പാണ്, നല്ല ഉപയോഗമുള്ള ഒരു ആപ്പാണ്. അതുകൊണ്ട് എന്തായാലും അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ്. അപ്പൊ ആപ്പിന്റെ പേര് സൂപ്പർ മണി എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇനി ആർക്കെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പ്ലേ സ്റ്റോറിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ലിങ്ക് ഒന്ന് കമന്റ് ചെയ്ത് തന്നെ ആ ലിങ്ക് ഇട്ട് തരാം. ലിങ്ക് ഞാൻ അയച്ചു തരാം. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സ്, അതായത് പേഴ്സണൽ ട്രാൻസാക്ഷൻ നടത്തുന്ന ഞാനൊരു ഫ്രണ്ടിനെ അയക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടില്ല. പക്ഷെ ഞാനൊരു പെട്രോൾ പമ്പിൽ പോയി പെട്രോൾ അടിക്കുന്ന സമയത്ത് 100 അയച്ചു കഴിഞ്ഞാൽ എനിക്ക് 1 രൂപ, 1.5 രൂപ, 2 രൂപയൊക്കെ ക്യാഷ് ബാക്ക് കിട്ടും. അതേപോലെ കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് അവരുടെ മെർച്ചന്റ് QR, നമ്മൾ ഇതിൽ ക്യാഷ് ബാക്ക് കിട്ടുന്നത് മെർച്ചന്റ് QR സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുമ്പോൾ മാത്രമേ ക്യാഷ് ബാക്ക് കിട്ടുള്ളൂ. അത് ആദ്യം ഒരു തവണ കിട്ടി, അല്ലെങ്കിൽ 2-3 തവണ കിട്ടി, പിന്നെ കിട്ടാതിരിക്കുന്ന പരിപാടിയൊന്നുമില്ല. എത്ര നാൾ നമ്മൾ ഈ എപ്പോഴൊക്കെ മെർച്ചന്റ് പേയ്മെന്റ് നമ്മൾ QR സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നു അപ്പോഴെല്ലാം നമുക്ക് ഇതിൽ നിന്ന് ക്യാഷ് ബാക്ക് കിട്ടും. അപ്പോ ആപ്പിന്റെ പേര് സൂപ്പർ മണി. ഫ്ലിപ്കാർട്ട് ആയിട്ട് കൊളാബറേറ്റ് ആയിട്ട് വരുന്ന, ഫ്ലിപ്കാർട്ടിന്റെ അണ്ടറിൽ വരുന്ന ഒരു ആപ്പ്. അപ്പോ ഇതിൽ നിന്ന് പൈസ ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്ന എങ്ങനെയാണെന്നല്ലേ ഒരു ഡൗട്ട് കാണും. പറഞ്ഞുതരാം, കാണിച്ചു തരാം, വിത്ത് പ്രൂഫ് കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു പേയ്മെന്റ്, ഞാൻ ഈ കാണിക്കുന്നതെല്ലാം ഞാൻ ചെയ്ത പേയ്മെന്റ്, എനിക്ക് അതിൽ നിന്ന് ചെയ്ത പേയ്മെന്റിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ക്യാഷ് ബാക്കുകളാണ്. ഇത് ക്യാഷ് ബാക്കുകൾ എനിക്കിപ്പം ഇത്ര രൂപ, എനിക്കിപ്പോ റിഡീം ചെയ്യാനായിട്ട് എത്ര രൂപ എന്റെ ക്യാഷ് ബാക്ക് അക്കൗണ്ടിൽ വന്ന് കിടപ്പുണ്ട്. ഇത് നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്നത് 10 രൂപ ആകുമ്പോഴാണ് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലോട്ട് റിഡീം ചെയ്യാൻ പറ്റുന്നത്. 10 രൂപ നമുക്ക് 100 രൂപ വരെ, 1000 രൂപ വരെ, എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന സമയത്ത് റിഡീം ചെയ്യാവുന്നവരാക്കാൻ പറ്റും. പക്ഷെ മിനിമം നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് 10 രൂപയാണ്. ഇപ്പൊ ഈ സൈഡിൽ കാണിക്കുന്ന കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ഞാൻ ചെയ്യുന്ന പേയ്മെന്റും, എനിക്ക് ആ പേയ്മെന്റിന് ഞാനിപ്പോ 100 രൂപ ഒരു QR സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് കാണിക്കുന്നത്. അപ്പൊ ഈ ക്യാഷ് ബാക്ക് ഓരോ തവണ വരുന്ന ക്യാഷ് ബാക്കുകളും ഇതേപോലൊരു പേജിൽ ഇങ്ങനെ ഇത്ര രൂപ ക്യാഷ് ബാക്ക്, ഇത്ര രൂപ ആടായി 10 രൂപയാകുമ്പോൾ നമുക്ക് മിനിമം 10 രൂപ ആവുന്ന സമയത്ത് നമുക്കത് റിഡീം ചെയ്യാൻ പറ്റും, നമ്മുടെ അക്കൗണ്ടിലോട്ട് വലിക്കാം. പിന്നെ ഇതിന്റെ തന്നെ സൂപ്പർ മണിയുടെ തന്നെ സൂപ്പർ കാർഡ് എന്നൊക്കെ പറഞ്ഞ ക്രെഡിറ്റ് കാർഡിന്റെ ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ മറ്റേ ബാങ്കിൽ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുന്നതാണല്ല, നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് ഈ എമൗണ്ട് നേരത്തെ ഇടണം. അതായത് ഫിക്സഡ് എമൗണ്ട് ഇട്ടതിന് ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. അതായത് ഇപ്പം ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് 5000 ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 5000 രൂപ നമ്മൾ ആദ്യം ഫിക്സഡ് ആയിട്ട് ഇടണം. അപ്പൊ നമുക്ക് 4500 രൂപ, 90% മാത്രം നമുക്ക് ക്രെഡിറ്റ് ഇതായിട്ട് കിട്ടത്തുള്ളൂ. 90% വരെ നമുക്ക് ക്രെഡിറ്റ് കാർഡായിട്ട് കിട്ടും. പിന്നെ ഈ ക്രെഡിറ്റ് കാർഡിന് മറ്റേ ഫീസ് ചാർജ് പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല. കാരണം ഫ്ലിപ്കാർട്ടുമായിട്ട് ബന്ധപ്പെട്ട സാധനമായതുകൊണ്ട് അതൊന്നുമില്ല, ബാങ്കുമായിട്ടുള്ളതൊന്നുമല്ല. അപ്പോ ഇതില്ല, പലിശയില്ല, പലിശ കുറവാണ്. മാത്രമല്ല 5000 രൂപ ഫിക്സഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ 4500 രൂപ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് കിട്ടും. ഇത് 5000 രൂപ തൊട്ടല്ല സ്റ്റാർട്ടിങ്, 1000 രൂപ തൊട്ടാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഇതുവരെ സ്റ്റാർട്ടിങ്. ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, എടുത്തില്ല. എടുക്കുന്ന ടൈമിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ഇത് കിട്ടും, കാരണം ഫ്ലിപ്കാർട്ടിനാണ്. അപ്പം ഫ്ലിപ്കാർട്ട് പർച്ചേസിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റേ ഫോൺ വാങ്ങിക്കുമ്പോഴും അതിന്റെയൊക്കെ റിഡക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ സൂപ്പർ മണിയുടെ വേറൊരു ഇതാണ്. പിന്നെ
ഫിക്സഡ് ഡെപ്പോസിറ്റ് ഒക്കെ ഇടാൻ പറ്റും നമുക്ക്. ഹൈ പലിശയ്ക്ക്, വലിയ പലിശയുടെ ഇതില് ഇൻട്രസ്റ്റിൽ, ഹൈ ഇൻട്രസ്റ്റിൽ നമുക്ക് പല പല ബാങ്കുകളിലോട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാൻ പറ്റും. അപ്പൊ നല്ലൊരു ഇൻട്രസ്റ്റ്, നമ്മൾ ഇടുന്ന ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ എമൗണ്ടിന് നമ്മൾ നല്ലൊരു ഇൻട്രസ്റ്റ് കിട്ടുകയും ചെയ്യും. അപ്പൊ സൂപ്പർ മണി കൊണ്ട് ഇങ്ങനെയൊക്കെ കുറച്ച് ഉപയോഗങ്ങളുണ്ട്. അപ്പൊ ഈ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയാനായിട്ട് വന്നതാണ്, കുറച്ച് പ്രൂഫും കാര്യങ്ങളും കാണിക്കാൻ വന്നതാണ്. അപ്പൊ വീഡിയോ സൈനിങ് ഓഫ്, ഷാനു സ്റ്റോക്സ് ഫ്രം ഷാനു സ്റ്റോക്സ്. See you in the next video. Until then, see you. Bye bye. കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ബൈ.